കുടുംബാംഗങ്ങളുടെയൊക്കെ അശ്രുപൂജകൾ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി ഏറ്റുവാങ്ങി ശ്രീനിവാസൻ എന്നേക്കുമായി മടങ്ങുകയാണ്. ഇത് ആ വീട്ടിൽ ഏറെ ഇഴയടുപ്പമുണ്ടായിരുന്ന ബന്ധത്തിൻ്റെ, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അങ്ങേയറ്റം ഊഷ്മളമായ സ്നേഹത്തിൻ്റെ എത്രത്തോളം ഗാഢമായ ബന്ധമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത് എന്നതാ നമ്മളെ നേരിട്ട് നമുക്ക് അനുഭവവേദ്യമാവുകയാണ്. ഈ വീടിൻ്റെ ഉമ്മറത്തു നിന്നുള്ള ഈ ദൃശ്യങ്ങൾ കരച്ചിൽ അടക്കാൻ കഴിയാതെ സകല നിയന്ത്രണവും നഷ്ടപ്പെട്ട് കരയുന്ന ഭാര്യയും മക്കളെയുമാണ് നമ്മൾ ഇവിടെ കാണുന്നത്, ഈ വീട്ടിൽ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖത്തേക്കിനി ചെമ്പട്ടും മഞ്ഞച്ചേലയും ഒക്കെ മൂടേണ്ട സമയമായിരിക്കുന്നു. അതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ അന്ത്യചുംബനം നൽകി അദ്ദേഹത്തെ യാത്രയയക്കുകയാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഈ മരണവാർത്ത അറിഞ്ഞ് വീട്ടിലേക്ക് ഓടിയെത്തിയ രണ്ടുപേരും ഈ സമയം വരെയും പിതാവിൻ്റെ ചേതനയേറ്റ ശരീരത്തിന് മുന്നിൽ നിന്ന് അവർ മാറിയിരുന്നില്ല. ഈ സമയം വരെയും ഒക്കെ അവർ നിയന്ത്രണങ്ങളോടെ അവിടെ ഇരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ചിതയിലേക്കെടുക്കുന്ന ആ നിമിഷം സകലർക്കും നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവിടെ കൂടി നിന്ന ഒരുപക്ഷെ അദ്ദേഹത്തെ കാണാനെത്തിയ ശ്രീനിവാസനെ അവസാനമായി അവർക്ക് പോലും കരച്ചിലടക്കാൻ കഴിയാത്ത അതിവൈകാരികമായ കാഴ്ചകളിലൂടെയാണ് ആ കണ്ടനാട്ടെ വീടും അതിൻ്റെ പരിസരവും ഇപ്പോൾ കടന്നു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ചിതയിലേക്ക് മാറ്റുകയാണ്. ആ വീടിന് മുന്നിൽ ഇത്രയും സമയം തയ്യാറാക്കിയിരുന്ന ഒരു പ്രത്യേക പീഠത്തിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് മാറ്റുകയാണ്, ഇനി ചിതയിലേക്ക് മാറ്റുകയാണ്. ആ ഭൗതിക സാന്നിധ്യം ഇനി നമ്മളോടൊപ്പം ഏതാനും മിനിറ്റുകൾ മാത്രമായിരിക്കും. അഗ്നിജ്വാലകൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തെ മൂടാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.